ഈ വികസന വിരുദ്ധൻ എന്ന പേരുദോഷം ഒരുപാട് പേറിയ ആളാണ്. ഈ വെട്ടുനിരത്തൽ സമരം മുതൽ ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ വരെ നിലപാടെടുത്ത ആൾ കൂടിയാണ് വി എസ് എന്ന് ഓർക്കണം. ആ പ്രതിച്ഛായയോടുകൂടി തന്നെയാണോ അദ്ദേഹം ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ റോൾ ഏറ്റെടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്? ജനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ നിരവധി കാര്യങ്ങളെ പുറകോട്ടടിച്ച നേതാവ് എന്ന വിലയിരുത്തൽ കൂടി വി എസുമായി ബന്ധപ്പെട്ട് പലരും ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്. രഞ്ജിത്ത്, അത് രണ്ടായിരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വി എസിനെ സംബന്ധിച്ച് വി എസ് വികസന വിരുദ്ധനാണ് എന്നൊരു നിലപാട് ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കണം, വി എസ് അന്ന് ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊരു വി എസ് ഉയർത്തിയ മുദ്രാവാക്യം സ്ത്രീ സംരക്ഷണമാണ്, സ്ത്രീകളുടെ മാനത്തിന് വില നൽകുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു സംരക്ഷണത്തിലേക്ക് വന്നു. പിന്നീട് വി എസ് ഉയർത്തിയത് അഴിമതിക്കെതിരായ പോരാട്ടം. അഴിമതി ഒരു പ്രധാന വിഷയമായിരുന്നു കേരളത്തിൽ. എനിക്ക് തോന്നുന്നു മരുന്നിന് മുമ്പ് കേരളത്തിലാകെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിന് അഴിമതിയുടെ പേരിൽ സുപ്രീം കോടതിയുടെ ശിക്ഷ ശരിവെച്ച് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ആർ ബാലകൃഷ്ണപിള്ള കൊടുത്ത കേസാണ്. വി എസ് കൊടുത്ത കേസാണ്. ആർ ബാലകൃഷ്ണപിള്ളയ്ക്കാണ്. പിന്നീട് അദ്ദേഹത്തെ ആ സർക്കാർ ശിക്ഷയ്ക്കുള്ളത് കൊടുക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടി ഇടതുപക്ഷ വി എസിന്റെ പാർട്ടിയിൽ തന്നെ വന്നു എന്നുള്ള പിന്നീടുള്ള യാഥാർത്ഥ്യം. പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ സുപ്രീം കോടതി വരെ പോയിട്ടും അങ്ങനെ ഒരാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ ഒരു പോരാട്ടം എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദന്റെ പോരാട്ടം. വി എസ് അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു അഴിമതിക്ക് ഒരു നിലപാടെടുത്താൽ ആ നിലപാടിൽ പാർട്ടി സമരങ്ങൾ, ഒപ്പം തന്നെ വി എസിന്റെ നിലപാട് ഒരു നിയമ പോരാട്ടം. അങ്ങനെ നിയമ പോരാട്ടമല്ല, ബാക്കി എല്ലാവരും ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയുകയും അതിനപ്പുറം നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ അഴിമതിക്കെതിരെ ഒരു കേസ് കൊടുക്കുക, ആ കേസിന് പിന്നാലെ പോവുകയൊന്നും ചെയ്തില്ല. വി എസ് നിരന്തരം കുറേയേറെ കേസുകൾ കൊടുത്തിടും. എവിടം വരെ പോകുന്നു അവിടെ ഇത് വിവിധ കാലങ്ങളിലായിരിക്കും. പലപ്പോഴും വി എസ് ഇങ്ങനെ അടിപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു കേസ് ഉയർന്നു വരുന്നത്. ഇതിനായിട്ട് അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ മുഖം ഇങ്ങനെ പ്രധാനമായി പറഞ്ഞില്ല, അഴിമതിക്കെതിരായ പോരാട്ടം, അതോടൊപ്പം തന്നെ ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം, അത് നമുക്ക് പിന്നീട് വിശദമായി പറയാം. അങ്ങനെ നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് വി എസിന്റെ ഭരണകാലത്താണ്. ഇപ്പോൾ രഞ്ജിത്ത് ഏറ്റവും അവസാനം പറഞ്ഞ വിഴിഞ്ഞത്തിന്റെ കാര്യം എടുത്താൽ, വിഴിഞ്ഞത്തിന്റെ ആദ്യത്തെ വിഴിഞ്ഞത്തിന് വേണ്ടി വലിയ മുന്നേറ്റങ്ങൾ നടത്തിയൊരു കാലം വി എസിന്റെ കാലമായിരുന്നു. ആദ്യം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഈ ലാൻഗോ കൊണ്ടപ്പള്ളി കൺസോർഷ്യം കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് ആ ഈ ലാൻഗോ കൊണ്ടപ്പള്ളിയുടെ കൺസോർഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർദ്ദേശം ആലോചിക്കണം. അവർ പറഞ്ഞത്, നിങ്ങൾ സർക്കാർ ഒരു തുകയും ഞങ്ങൾക്ക് നൽകേണ്ടതില്ല, ഞങ്ങൾ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കിയ ശേഷം ഈ വിഴിഞ്ഞം പദ്ധതിക്ക് സർക്കാരിന് അങ്ങോട്ട് പണം നൽകാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആ വ്യവസ്ഥയല്ല, പിന്നീട് വന്ന സാഹചര്യം മാറിയതുകൊണ്ടാവും. എന്തായാലും ആ അന്ന് കൊണ്ടുവന്നത് അന്ന് നടക്കാതിരുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ഒരു ആന്ധ്രയിൽ നിന്നുള്ള എം പി കൂടിയാണ് ഈ ലാൻഗോ കൊണ്ടപ്പള്ളിയുടെ, അദ്ദേഹത്തിന്റെ പേര് മറന്നത്, അദ്ദേഹമായിരുന്നു അതിന്റെ ഒരു ഉടമയായിട്ടിരുന്നത്. അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ടാണ് അത് മാറ്റിയത്. പിന്നീട് വി എസിന്റെ കാലത്ത് തന്നെയാണ് ഈ സൂം കമ്പനി വരുന്നത്. അന്ന് ഈ സൂം കമ്പനി വന്ന് ഈ കമ്പനിയുടെ എല്ലാം അതും ഇതുപോലെ അന്തിമ ചർച്ചയിലേക്കൊക്കെ, എം വിജയകുമാറായിരുന്നു പ്രമുഖ മന്ത്രി, അന്തിമ ചർച്ചയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ സൂം കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ട്, അതുകൊണ്ട് സൂം കമ്പനിയുടെ ഇവിടെ തുറമുഖമാണ്, തുറമുഖത്തിൽ ചൈനീസ് ബന്ധം പാടില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് കേന്ദ്ര സർക്കാർ, അന്ന് കോൺഗ്രസ് ആണ് കേന്ദ്ര സർക്കാർ, ആ കേന്ദ്ര സർക്കാർ ഇതിനെ അനുമതി നിഷേധിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അന്ന് എനിക്ക് തോന്നുന്നു എ കെ ആന്റണിയായിരുന്നു തോന്നുന്നു പ്രതിരോധ മന്ത്രിയായിരുന്നത്. എന്തായാലും അന്നും ആ പദ്ധതിയും നടന്നില്ല. അപ്പോൾ ആ കാലത്തിലും ആ തരത്തിലുള്ള പിന്നെ ഈ ഇൻഫോ പാർക്കുകൾ, ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലയിലും കാണുന്ന കുണ്ടറയടക്കമുള്ള എല്ലാ ഓരോ സ്ഥലത്തും കാണുന്ന ഇൻഫോ പാർക്കുകളിലൊക്കെ തുടക്കമിട്ടത് വി എസിന്റെ കാലത്താണ്. ഇൻഫോ പാർക്കിന് തുടക്കമിട്ടത് വി എസിന്റെ കാലത്താണ്. കണ്ണൂർ വിമാനത്താവളത്തിന് കല്ലിട്ടത് വി എസിന്റെ കാലത്ത്. അങ്ങനെ വി എസ് ഒരു വികസന വിരുദ്ധനല്ല. കേരളത്തിൽ യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുമ്പോൾ അത് പരിസ്ഥിതി ഇല്ലാതെ ചെയ്യുന്നതെല്ലാമാണ് വികസനം എന്നുള്ളത്. നമ്മൾ പറഞ്ഞ